വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കുന്ന കലാപരിപാടികളെക്കുറിച്ച് സംസാരിച്ചിട്ട്. കാരണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടൊരു ന്യൂസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ന്യൂസ് മാത്യൂസ് ഫെർണാണ്ടസ് സ്പേഴ്സിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ആഴ്ചകളായിട്ട് വീക്സായിട്ട് അവൻ്റെ പിന്നാലെ ആയിരുന്നു. എൻഡ് ഓഫ് ദ ഡേ സ്പേഴ്സ് അവർക്ക് വേണ്ട പൈസ കൊടുത്തു, വെസ്റ്റ് ഹാമിന് വേണ്ട പൈസ കൊടുത്തു, സ്പേഴ്സ് അവനെ സ്വന്തമാക്കി. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ചൗമീനി അല്ലെങ്കിൽ ഒരു മേ ബി ഒരു ഹൈ പ്രൊഫൈൽ മിഡ്ഫീൽഡർ പേര് നമുക്ക് കിട്ടും. നമ്മൾ അതിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഹൈ പ്രൊഫൈൽ അല്ല, ഒരു ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ മീഡിയം പ്രൊഫൈൽ ഒരു പേര് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പേ ഞാൻ ചെൽസിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. കാരണം ചെൽസി വളരെ സ്മാർട്ടാണ്. നമുക്ക് മേസൺ മൗണ്ടിന് തന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞതാണ് ഇത് നമുക്ക് പണിയാവും ചിലപ്പോൾ. കാരണം ഈവൻ ദോ ഒരു UCL വിന്നറാണ് മേസൺ മൗണ്ട്. പക്ഷേ മേസൺ മൗണ്ടിനെ എന്തുകൊണ്ട് ചെൽസി വിൽക്കണം എന്നുള്ളൊരു ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു. അപ്പോൾ അന്നൊക്കെ പറഞ്ഞിരുന്നത് മേസൺ മൗണ്ടിനെ എടുക്കാൻ താല്പര്യമില്ല, ചെൽസിക്കാണ് നിർത്താൻ താല്പര്യമില്ല, അവർ മാക്സിമം അവരുടെ അക്കാഡമി പ്രോഡക്ട്സിനെ സെല്ല് ചെയ്തുകൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ശരിയാണ്. പക്ഷേ അതിന് കൂടെ തന്നെ ചെൽസിക്ക് വേറൊരു കാര്യം കൂടി അറിയായിരുന്നു. മേസൺ മൗണ്ട് വളരെ ഇഞ്ചുറി പ്രോൺ പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിർത്തിക്കഴിഞ്ഞാൽ അധികം വാല്യൂ കിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചൊരു പണി കൊടുത്തു ഗർനാച്ചോ. അതായത് ലോക ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡ്രിബ്ലറും വൺ ഓഫ് ദി വേഴ്സ്റ്റ് വിംഗറും ആയിട്ടുള്ള ഗർനാച്ചോനെ നമ്മൾ ചെൽസിക്ക് 40 മില്യൺ പൗണ്ട്സിന് വിറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെൽസിക്ക് അതിൽ വളരെ വിഷമമുണ്ട് ഗർനാച്ചോയിൽ സൈൻ ചെയ്തതിൽ. ചെൽസി ഫാൻസിനും വളരെ വിഷമമുണ്ട് ഗർനാച്ചോയിൽ സൈൻ ചെയ്തതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് നമുക്കൊരു പണി തരാൻ അവർ നോക്കുന്നുണ്ട്, വിച്ച് ഈസ് ആൻഡ്രേ സാൻഡോസ് വക. ഇനി ആൻഡ്രേ സാൻഡോസ് ഒരു വേഴ്സ്റ്റ് ഫുട്ബോളർ അല്ല, ഒരു വേഴ്സ്റ്റ് മിഡ്ഫീൽഡർ അല്ല, അല്ലെങ്കിൽ വളരെ മോശം മിഡ്ഫീൽഡർ അല്ല. അവനൊരു ബെഞ്ച് ഓപ്ഷനാണ് ബേസിക്കലി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡേവിഡ് ഓൺസിന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് ആൻഡ്രേ സാൻഡോസ്, ബ്രസീലുകാരനായിട്ടുള്ള 22 വയസ്സ് മാത്രം പ്രായമുള്ള ചെൽസിയിലെ ബെഞ്ച് ഓപ്ഷനായിട്ടുള്ള ആൻഡ്രേ സാൻഡോസിനെയാണ് നമ്മൾ നോക്കുന്നതാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ഒരു ഡേവിഡ് ഓൺസിനും ബോംബെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ന്യൂസിൽ ഹാപ്പിയാണോ? അതാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത്. ആർ യു ഹാപ്പി വിത്ത് ആൻഡ്രേ സാൻഡോസ്? നമ്മുടെ മിഡ്ഫീൽഡിലോട്ട് വേണ്ട പ്രൊഫൈലാണോ ആൻഡ്രേ സാൻഡോസ്? നമ്മുടെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ കോബി മെനു പറഞ്ഞ 21 വയസ്സ് മാത്രം പ്രായമുള്ള 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിഡ്ഫീൽഡർ മാത്രമാണ് നമുക്കുള്ളത്. അങ്ങോട്ട് ആൻഡ്രേ സാൻഡോസിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഡീല് സൈൻ ചെയ്തുകൊണ്ട് ഹാപ്പി ഒന്നുമല്ല. ഇതൊരു ബെഞ്ച് ഓപ്ഷനാണ്. ഐ വിൽ ബി റിയലി ഹാപ്പി. അതായത് ഇപ്പോൾ നമ്മൾ എഡേഴ്സിനെ സൈൻ ചെയ്തില്ല, ആൻഡ്രേ സാൻഡോസിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം. ആസ് എ ബെഞ്ച് ഓപ്ഷൻ ഈസ് റിയലി ഗുഡ് ബെഞ്ച് ഓപ്ഷൻ. കസമീറോനെ റീപ്ലേസ് ചെയ്യുന്ന സൈനിങ് ആണോ ആൻഡ്രേ സാൻഡോസ്? എനിക്ക് തോന്നുന്നില്ല. ഒരു ഹൈ പ്രൊഫൈൽ മിഡ്ഫീൽഡർ ആണോ ആൻഡ്രേ സാൻഡോസ്? എനിക്ക് തോന്നുന്നില്ല. ഒരു ചൗമിനി പോലെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ആണോ ആൻഡ്രേ സാൻഡോസ്? എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് നൗ നമ്മുടെ ടീമിലോട്ട് വന്ന് ഫസ്റ്റ് 11 ഇടം പിടിച്ചുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ മിഡ്ഫീൽഡർ ആണോ ആൻഡ്രേ സാൻഡോസ്? എനിക്ക് തോന്നുന്നില്ല. UCL നൈറ്റ്സിൽ ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ആണോ ആൻഡ്രേ സാൻഡോസ്? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈനിങ് നടന്നു കഴിഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു സൈനിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കറിയാം നമുക്കൊരു മേജർ മിഡ്ഫീൽഡ് റീബിൽഡ് വേണം. അത് ഇവർ നടത്തുമെന്നുള്ളതാണ് ഇവരുടെ പ്രോമിസ്. അതായത് ഇവർ ഇതിൻ്റെ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇനിയോസ് എന്ന മഹാമനുഷ്യന്മാർ പറഞ്ഞിരുന്നത് നമ്മൾ ചെറിയ നെയിംസിലൊന്നും പോവില്ല, നമ്മൾ കൊണ്ടുവരുന്ന മിഡ്ഫീൽഡേഴ്സ് നല്ല ഹൈ പ്രൊഫൈൽ മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും, നമ്മൾക്ക് ചെറിയ നെയിംസൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ത്രൂ നമ്മുടെ ലോറി വിറ്റ്വാൽ പോലത്തെ അത്ലറ്റിക് പോലത്തെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുമാർ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ റിപ്പോർട്ടിംഗ് കമ്പനി ത്രൂ ആണ് ഇത് പറഞ്ഞത്. അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹൈറാർക്കി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന നെയിംസൊക്കെ ഹൈ പ്രൊഫൈൽ നെയിംസ് ആണെന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഇനി ചെൽസി ഫാൻസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവരെ വിൽക്കാൻ താല്പര്യമില്ല, ഇവൻ നല്ലൊരു പ്ലെയർ ആണ്, നല്ല കാലിബർ ഉണ്ട്, ഫ്യൂച്ചറിലോട്ട് ഒരു അടിപൊളി മിഡ്ഫീൽഡറായി മാറാൻ പറ്റും എന്നുള്ളതൊക്കെ. നോ പ്രോബ്ലം. നമ്മൾക്ക് അങ്ങനത്തെ മിഡ്ഫീൽഡർ അല്ല വേണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത 2-3 വർഷം കഴിഞ്ഞിട്ട് ബെറ്ററായി മാറാൻ പറ്റുന്നൊരു മിഡ്ഫീൽഡർ അല്ല ഇപ്പോൾ വേണ്ടത്. നമ്മൾക്ക് മിഡ്ഫീൽഡ് ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. നമ്മൾക്ക് മിഡ്ഫീൽഡ് ഇല്ല. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ആരൊക്കെയാണ്? ടോബി കോളിയർ, ഫ്ലെച്ചർ ബ്രദേഴ്സ്, കോബി മെനു. ഇതാണ് നമ്മുടെ മിഡ്ഫീൽഡ്. ഇങ്ങോട്ട് അടുത്ത 3 വർഷത്തിന് ശേഷം ക്ലിക്കാവാൻ പോകുന്ന ആൻഡ്രേ സാൻഡോസിനെ കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്ക് ഈ വരുന്ന 3 വർഷം നമ്മൾ എന്ത് ചെയ്യും? കടപ്പുറത്ത് പോയി തരാനിരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഞാനിതിൽ ഹാപ്പി ഒന്നുമില്ല. ആൻഡ്രേ സാൻഡോസ് വന്നു അത്രേ ഉള്ളൂ. വന്നാൽ സപ്പോർട്ട് ചെയ്യും. ആസ് എ യുണൈറ്റഡ് ഫാൻ ഞാൻ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. ഇവിടെ ഉഗാർത്തിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നാൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ കൊണ്ടുവരുന്ന സൈനിങ് കണ്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക.
എനിക്ക് വേണ്ടത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടത് ചൗമിനിയാണ്. ഇനി പല ആൾക്കാരും ഡേറ്റ വെച്ചിട്ട് വരുന്നുണ്ട്, ചൗമിനിയും ആൻഡ്രെ സാൻഡോസും ഒരേപോലെയാണ് ഡേറ്റ. ഞാൻ ചോദിച്ചൊരു ചോദ്യമുള്ളൂ ആ സമയത്ത്. ചൗമിനി 2000 അല്ലെങ്കിൽ 3000 അടുത്ത് മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ആൻഡ്രെ സാൻഡോസ് കളിച്ചത് ആകെ 1400 1300 മിനിറ്റ്സാണ്. അതും ഒരു ചെൽസി സൈഡിൽ ആകെ 50 30 20 മിനിറ്റാണ് ഇവൻ കളിക്കുന്നത്. ഈ രണ്ട് പ്ലേസ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, മേ ബി ഒരു നമ്മുടെ ടൈലർ ആഡംസോ അങ്ങനത്തെ ഒരു ലോ പ്രൊഫൈൽ മിഡ്ഫീൽഡേഴ്സിനെ നമുക്ക് കമ്പയർ ചെയ്യാം മറ്റേ ആൻഡ്രെ സാൻഡോസിനെ. പക്ഷേ ഒരിക്കലും ആൻഡ്രെ സാൻഡോസിനെ മാത്യൂസ് ഫെർണാണ്ടസിനെ ആയിട്ടോ, അതായത് 38 മാച്ചുകളും കളിച്ച മാത്യൂസ് ഫെർണാണ്ടസിനെ ആയിട്ടോ, എലിയറ്റ് ആൻഡേഴ്സിനെ ആയിട്ടോ, ചൗമിനി ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റില്ലറൊക്കെ ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആൻഡ്രെ സാൻഡോസ് അത്രയും മിനിറ്റ്സ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ബേസിക്കലി ചെൽസിയുടെ ബെഞ്ച് ഓപ്ഷനാണ്. ഇനി ചെൽസി ഒരിക്കലും ഇവനെ 50 പൗണ്ട്സിന് കുറവിൽ വിൽക്കാൻ പോകുന്നില്ല. ചെൽസിക്ക് വേണ്ടാത്ത പ്ലെയറാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. ചെൽസിക്ക് വേണ്ടാത്ത പ്ലെയറാണ്, ചെൽസിയുടെ ബെഞ്ച് ഓപ്ഷനാണ്. കസേഡയും എൻസോയും കഴിഞ്ഞാൽ ലാവിയനെ വരെ ഒരു ബെറ്ററായിട്ട് കാണുന്നുണ്ട് ഇവർ, അതായത് ഇവനെ കാണുന്നില്ല. ലാവിയയ്ക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് മാത്രമാണ് ഇവൻ കളിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു പ്ലെയർക്ക് 50 മില്യൺ അല്ലെങ്കിൽ 60 മില്യൺ പൗണ്ട്സ് കൊടുത്ത് കൊണ്ടുവരണമെന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഈ ഒരു മാർക്കറ്റിൽ 50 മില്യൺ പൗണ്ട്സ് ഒരു എന്താ പറയുക നല്ലൊരു പ്രൈസ് ആയിരിക്കാം. പക്ഷേ ആ 50 മില്യൺ പൗണ്ട്സ് നമ്മൾ ആൻഡ്രെ സാൻഡോസിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. നെക്സ്റ്റ് ഒരു മിഡ്ഫീൽഡറിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവർ പറയാൻ പോകുന്നത്, ഇനി നമ്മുടെ അടുത്ത് ഫണ്ടില്ല, അതുകൊണ്ട് ചൗമിനി പോലത്തെ മിഡ്ഫീൽഡർ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ മിഡ്ഫീൽഡർ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് ഷിയ ചാൾസിലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോ പ്രൊഫൈൽ 10 മില്യൺ 20 മില്യൺ മാത്രം റേറ്റ് വരുന്ന മിഡ്ഫീൽഡറെ വാങ്ങാനാണ് ഈ ന്യൂസ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡീലിനെ ഞാൻ പല രീതിയിൽ ഞാൻ എതിർക്കുന്നത്. ബേസിക്കലി പ്ലെയർ നല്ലതാണ്, ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് വേണ്ട റൈറ്റ് നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ട പ്ലെയർ അല്ല ആൻഡ്രെ സാൻഡോസ്. നമ്മളൊരു ചൗമിനെ മേടിച്ചു, അലക്സ് സ്കോട്ടിനെ മേടിച്ചു, എന്നിട്ടൊരു ബോണസായിട്ട് ആൻഡ്രെ സാൻഡോസിന് വാങ്ങുകയാണെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി. അതൊരു കിടലൻ സമ്മർ ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ പോയിട്ട് എഡേഴ്സിനെയും ആൻഡ്രെ സാൻഡോസിനെയാണ് നമ്മുടെ സൈനിങ് വരുത്താൻ പോകുന്നതെങ്കിൽ നെക്സ്റ്റ് സീസൺ മൂഞ്ചി എന്നേ എനിക്ക് പറയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ്, എഡേഴ്സൺ മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യില്ല എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. എഡേഴ്സണുള്ള ടോക്സ് ഇപ്പോൾ സ്റ്റോൾഡ് ആണ്. നമ്മൾക്കറിയാം എഡേഴ്സൺ ഹിയർവിഗോ വന്നെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. സോ എഡേഴ്സൺ ഇപ്പോൾ വേൾഡ് കപ്പിലാണ്, ബ്രസീലിൻ്റെ കൂടെയാണ്. ഇനി അവിടെ വല്ല പ്രശ്നം സംഭവിച്ചു അവൻ ഇഞ്ചേർഡായോ ഒന്നും അറിയില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സിൽ കണ്ട ന്യൂസാണ്, എഡേഴ്സനായിട്ടുള്ള ടോക്സ് സ്റ്റോൾഡ് ആണ്. ഇനി അതുകൊണ്ടാണ് നമ്മൾ ആൻഡ്രെ സാൻഡോസിലോട്ട് പിവറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയണം. അതാണ് റിയാലിറ്റി എങ്കിൽ, അതായത് നമ്മൾ എഡേഴ്സിനെ വാങ്ങാതെ നമ്മൾ ആൻഡ്രെ സാൻഡോസിനാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ഐ എം ഓക്കെ. കാരണം വി ഹാവ് ഇനഫ് ആൻഡ് മോർ ഫണ്ട്സ് ടു ഗെറ്റ് അനദർ 2 മിഡ്ഫീൽഡേഴ്സ്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക, പുതിയ ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. Andre Santos to Manchester United. Are you happy? Let me know in the comments. This is Miraj signing off from Stratford Signal. See you again and take care.